നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. രാജസ്ഥാൻ റോയൽസിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസി വിടാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ CSK ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ CSKയുടെ ഒരു ഒഫീഷ്യൽ അത് PTIയോട് കൺഫേം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് കൂടി നമ്മൾ കണ്ടല്ലോ. അതായത് CSKയുടെ ഒഫീഷ്യൽ പറഞ്ഞത് എവരി വൺ നോസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് സഞ്ജു. ഞങ്ങളുടെ ഇൻട്രസ്റ്റ് താരത്തെ കൊണ്ടുവരുന്നതിനുള്ള ഇൻട്രസ്റ്റ് രാജസ്ഥാൻ റോയൽസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഫൈനൽ തീരുമാനം രാജസ്ഥാൻ റോയൽസ് പറഞ്ഞിട്ടില്ല. സഞ്ജു CSKയ്ക്ക് വേണ്ടി കളിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് CSK ഒഫീഷ്യൽ പറഞ്ഞതായിട്ട് PTI പറയുന്നു. അതാണ് ആ കാര്യത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ സഞ്ജു വിടും, രാജസ്ഥാൻ വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിലൊരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസ് പുതിയ ക്യാപ്റ്റനെ നോക്കുന്നു. സഞ്ജു പോയാൽ പിന്നെ പുതിയ ക്യാപ്റ്റൻ വേണം. അതാര്? കഴിഞ്ഞ തവണ റിയാൻ പരാഗ് സഞ്ജു പരിക്കേറ്റ സമയത്ത് ടീമിനെ നയിച്ചിട്ടുണ്ട്. അദ്ദേഹമല്ലാതെ ധ്രുവ് ജുറൽ ആൻഡ് യശസ്വി ജയ്സ്വാൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ ക്യാപ്റ്റൻസിക്ക് ഫ്രണ്ട് റണ്ണേഴ്സായിട്ടുള്ളത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. പ്രത്യൂഷ് രാജ് റിപ്പോർട്ട് ചെയ്തു. Who after Sanju Samson, Dhruv Jurel and Yashasvi Jaiswal front runners for Rajasthan Royals captaincy. കഴിഞ്ഞ തവണ രാഹുൽ ദ്രാവിഡായിരുന്നു അവരുടെ ഹെഡ് കോച്ച് സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ റോള് കൂടി കുമാർ സംഗക്കാര തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമാർ സംഗക്കാരക്ക് ഈ രണ്ട് താരങ്ങളെയും വളരെ അടുപ്പമുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ ധ്രുവ് ജുറൽ ഓർ യശസ്വി ജയ്സ്വാൾ ഏതുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. 67 മത്സരങ്ങളിലാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നത്. അതിൽ 33 വിജയങ്ങൾ, 33 പരാജയങ്ങൾ. അതാണ് അവസ്ഥ. ഒരു മത്സരം നോ റിസൾട്ടായി പോയി. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് 2022 IPL ഫൈനലിലേക്ക് ടീം എത്തിയതും 2024 പ്ലേ ഓഫിലേക്ക് എത്തിയതും. എന്തായാലും ഇനിയിപ്പോൾ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തണം. അതാണ് കുമാർ സംഗക്കാർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഹെഡേക്ക്. ഇപ്പോൾ ഈ വിഷയങ്ങളെ ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറൽ, എ ഹോം ഗ്രോൺ ടാലൻറ്റ് ഓഫ് ദി റോയൽസ്, ഈസ് ദി പിക്ക് ഓഫ് മെനി ഹൂ മാറ്റർ ഇൻ ഫ്രാഞ്ചൈസ് സെറ്റപ്പ്. ടീം ഇന്ത്യ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, ഹു ഓൾസോ മേഡ് ഹിസ് IPL ഡെബ്യൂ ഫോർ ദി റോയൽസ്, ഈസ് അനദർ നെയിം ദി ഫ്രാഞ്ചൈസ് ഈസ് കൺസിഡറിങ്. അപ്പോൾ അതാണ് അവിടെ രാജസ്ഥാൻ റോയൽസിനുള്ളിലുള്ള പലർക്കും ധ്രുവ് ജുറലിനെ ക്യാപ്റ്റനാക്കാൻ താല്പര്യമുണ്ട്. യശസ്വി ജയ്സ്വാളിനെയും പരിഗണിക്കുന്നുണ്ട്. 2025 IPL എഡിഷനിൽ സഞ്ജു സാംസൺ മത്സരങ്ങൾ മിസ്സായ സമയത്ത് റിയാൻ പരാഗ് ടീമിനെ നയിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു ഹോം ഗ്രൗൺ ടാലൻ്റ് ആണെന്ന് മാത്രമല്ല രാജസ്ഥാൻ റോയൽസ് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കളിക്കാരൻ കൂടിയാണ്. പക്ഷേ നിലവിൽ ജുറലിൻ്റെ സ്റ്റോക്ക് വലിയ രൂപത്തിൽ കുത്തനെ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റിൽ ധ്രുവ് ജുറലിൻ്റെ സ്റ്റോക്ക് നന്നായിട്ട് ഉയർന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. രണ്ടുപേരും ജുറലാവട്ടെ ജയ്സ്വാൾ ആവട്ടെ സംഘക്കാരോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിൽ താല്പര്യം അറിയിച്ചിട്ടുമുണ്ട് എന്നതുകൂടി ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജയ്സ്വാളിനേക്കാൾ കൂടുതൽ സാധ്യത ജുറലിന് തന്നെയാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. എന്തായാലും സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.